ആശയപരമായിട്ട് എനിക്ക് ബിരിയാണി മാത്രമൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 2 3 സിനിമ ഒഴികെ എല്ലാ സിനിമയിലും എനിക്ക് ആശയപരമായിട്ട് വിയോജിപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ ഒരു സിനിമ മാത്രമൊന്നുമല്ല. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നതും വിവാദമാകുന്നതുമായ ഒരു പേരാണ് കനി കുസൃതി. കാൻ ചലച്ചിത്രമേളയിൽ സാന്നിധ്യം അറിയിച്ച കനി കുസൃതി ശ്രദ്ധിക്കപ്പെട്ടത് അന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിലൂടെയായിരുന്നു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കനി തൻ്റെ കയ്യിൽ തണ്ണിമത്തൻ മോഡലിലുള്ള ഒരു ബാഗ് കരുതിയിരുന്നു. കാനിൽ നിന്ന് നാട്ടിലെത്തിയ കനി ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബിരിയാണി ചർച്ചയായി മാറിയത്. ശേഷം ആ ചർച്ചയെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇപ്പോൾ പ്രതികരണവുമായി കനി പോലും രംഗത്തെത്തിയിരിക്കുകയാണ്. കാനിൽ കിട്ടിയ കയ്യടി എന്തുകൊണ്ട് ബിരിയാണിയിൽ കിട്ടിയില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്നത്. കാനിലെ ബാഗും കനിയുടെ ബിരിയാണിയുമൊക്കെ പ്രശ്നമായി മാറുന്നത് ആർക്കാണ്? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. മലയാളിയുടെ അഭിപ്രായത്തിലുള്ള ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. കനിയെ ഇന്ന് എടുത്തുയർത്തുന്നവർ ബിരിയാണി സിനിമ ഇറങ്ങിയപ്പോൾ കനിയെ അസഭ്യം പറഞ്ഞവരാണെന്നതാണ് മറ്റൊരു വിരോധാഭാസപരമായ കാര്യം. കനി നാട്ടിൽ വന്നിട്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ ബിരിയാണി ചിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കയ്യിൽ ഒരു കാശുമില്ലാതിരുന്ന സമയത്താണ് ഇത്തരമൊരു പടം കമ്മിറ്റ് ചെയ്തതെന്ന് കനി തന്നെ പറയുന്നതാണ് പ്രസ്തുത വീഡിയോ. എന്നാൽ ഈ വീഡിയോയെ കട്ട് ചെയ്ത് പലരും പലതരത്തിൽ തങ്ങളുടേതായ ഇഷ്ടപ്രകാരം പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിനെതിരെയാണ് നടി രംഗത്തെത്തിയത്. കൗമുദി മൂവീസിൽ നൽകിയ അഭിമുഖത്തിലാണ് കനി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. കനിയുടെ വാക്കുകളിലേക്ക്. ആശയപരമായിട്ട് എനിക്ക് ബിരിയാണി മാത്രമൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 2 3 സിനിമ ഒഴികെ എല്ലാ സിനിമയിലും എനിക്ക് ആശയപരമായിട്ട് വിയോജിപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ ഒരു സിനിമ മാത്രമൊന്നുമല്ല. അപ്പം അതാണ് ഞാൻ പറയുന്നത്. അതിലും പറയാൻ ഉദ്ദേശിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ 2 3 സിനിമ ഒഴികെ എല്ലാ സിനിമയിലും എന്തിനാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു തൊഴിൽ ആണിത്. ഈ തൊഴിൽ എനിക്ക് ഉറപ്പാണ് നമ്മൾ ഏതൊരു ജോലിക്ക് ഏത് ജോലിക്ക് പോകുമ്പോഴും നമുക്ക് ഇത് മുഴുവൻ മനസ്സോടെ ചെയ്യാത്ത എത്രയോ മനുഷ്യരുണ്ടാവും. എത്രയോ മനുഷ്യർ എല്ലാ ജോലിയും ചെയ്യുന്നില്ല. അങ്ങനെ അവരും ആ മനസ്സില്ലെങ്കിൽ അത് ചെയ്യുന്നു, അവരുടെ വേതനം മേടിച്ചിട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. വളരെ വളരെ അത് നമ്മുടെ ഇത് ചോയ്സ് ഇല്ലായ്മയാവാം. ഇവിടെ നല്ല സിനിമകളും ഉണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമാണെങ്കിൽ ചിലപ്പം അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് നല്ല രസമുള്ള സിനിമകൾ വരുന്നു. അതിനോടൊക്കെ അത്യാവശ്യം ആശയത്തിനോട് യോജിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ടീമാണ്, എല്ലാം നല്ലതാണ് എന്ന് തോന്നുമ്പോഴും അത്രയും വന്നാലാണല്ലോ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുക. വരുന്നതെല്ലാം നമുക്ക് ഒരു ആശയവും യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഉള്ളതിൽ ഭേദം. പിന്നെ ഇത്തവണ ഒന്നും വന്നില്ല, ഇത് മാത്രമേ വന്നുള്ളൂ, എന്നാൽ പിന്നെ അത് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇതേ സമയം സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ സംവിധായകനും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ബിരിയാണിയിലെയും കാനിലെ കനിയുടെ ഐക്യദാർഢ്യവുമെല്ലാം മറ്റൊരു തരത്തിൽ കൂടി ചർച്ചയാകുന്നുണ്ട്. കാൻ ചലച്ചിത്രമേളയിൽ കനിക്ക് കിട്ടിയ പ്രാധാന്യം എന്തുകൊണ്ടാണ് ബിരിയാണി എന്ന സിനിമയുടെ അഭിനയത്തിലൂടെ ലഭിക്കുന്നില്ല എന്നതാണ് ചിലർ ചോദിക്കുന്ന ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് ജയശ്രീ തോട്ടേക്കാട് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ പ്രധാനപ്പെട്ടതാണ്. തുടക്കത്തിൽ കാൻ ചലച്ചിത്രമേളയിലേക്ക് കനി എത്തിയതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിനുശേഷമുള്ള ഭാഗം ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്: കനി കുസൃതി എന്ന നടി ഇതിനു മുമ്പ് ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഇടങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് നേടിയപ്പോൾ അവർ ഇതേപോലെ വാഴ്ത്തപ്പെട്ടോ? ഇല്ല. കാരണം അവർ അഭിനയിച്ച സിനിമ ബിരിയാണി ആയതിനാലാണ്. എന്താണ് ബിരിയാണി സിനിമ? ആ സിനിമയുടെ വേവിലും പൊന്തുന്ന ആവിയിലും ഉയരുന്ന ഗന്ധത്തിലുമൊക്കെ ഉള്ളത് മതത്തിൻ്റെ ചുമരിനുള്ളിൽ വെന്തു നീറുന്ന സ്ത്രീ ജീവിതമായിരുന്നു. നമുക്ക് ചുറ്റിലുമുള്ള യാഥാർത്ഥ്യങ്ങളെ കലയുടെ അടുപ്പിട്ട് പാകപ്പെടുത്തിയതാണ് സജിൻ ബാബുവിൻ്റെ ബിരിയാണി. സംസ്ഥാന അവാർഡും നിരവധി പുരസ്കാരങ്ങളും നേടിയ ചിത്രം, ഒരു സംവിധായകൻ്റെ ഏറ്റവും ധീരമായ ചുവടുവയ്പ്. എന്നിട്ടും സജിൻ ബാബുവിനെക്കുറിച്ചും ബിരിയാണിയെക്കുറിച്ചും എത്ര ബുദ്ധിജീവികൾ എഴുതി? ആരുമില്ല. ജിയോ ബേബിയുടെ അടുക്കള സിംഗിൽ ആർത്തിരമ്പിയ എഴുത്തീച്ചകൾ ഒന്നും ബിരിയാണി ചെമ്പിൽ എത്തി നോക്കിയതുപോലുമില്ല. കാരണം ഈ സിനിമയിലെ നായികയുടെ പേര് ഖദീജ എന്നാണ്. അവളുടെ ഭർത്താവ് അടിയുറച്ച ഇസ്ലാം മതവിശ്വാസിയാണ്. സിനിമയിലെ ഖദീജയുടെ സഹോദരൻ ISSൽ ആകൃഷ്ടനായി സിറിയയിൽ പോയി മരണപ്പെട്ട സൈനുവാണ്. കഥ നടക്കുന്നത് ഒരു നോമ്പുകാലത്താണ്. നായിക അടിവയറ്റിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്ന് നൽകുന്നുമുണ്ട്. ബിരിയാണി കാണിച്ചു തരുന്ന കാഴ്ചകൾ അസുഖകരമാണ്, അങ്ങേയറ്റം പ്രകോപനപരമാണ്, ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതുമാണ്. ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുമുണ്ട്. ബിരിയാണിയുടെ ചേരുവകളിൽ എല്ലാമുണ്ട്. സ്ത്രീയുണ്ട്, സ്ത്രീ വിരുദ്ധതകളുണ്ട്, മതമുണ്ട്, അധികാരമുണ്ട്, സമൂഹമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ വർത്തമാനത്തിൻ്റെ തിളയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ബിരിയാണിയിലുണ്ടായിരുന്നു.
സമൂഹത്തിലെ വിലക്കുകളെ മതപരമായതും പുരുഷാധിപത്യ സ്വഭാവമുള്ളതുമായ എല്ലാത്തിനെയും തകർത്ത് മുന്നേറാനുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ തീവ്രമായ ആഗ്രഹം ഖദീജയിൽ കണ്ടിട്ടും അതിനെ 100% അനുഭവവാദ്യമായി കനി എന്ന നടി പകർന്നാടിയിട്ടും കിട്ടാതെ പോയ അഭിനന്ദനമൊക്കെയും ആ തണ്ണിമത്തൻ ബാഗ് പിടിച്ച കനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. നല്ല കാര്യം. ക്യാൻ ഫെസ്റ്റിവലിൽ തണ്ണിമത്തൻ ബാഗ് പിടിച്ച കനിയിൽ കാണുന്ന നിലപാട് അതേ അളവിൽ തന്നെ ബിരിയാണി പോലൊരു സിനിമയിൽ ഖദീജയായിട്ട് അഭിനയിക്കാൻ ആ നടി കാണിച്ചിട്ടുമുണ്ട്. കൈയടിക്കുമ്പോൾ രണ്ടിനും കൂടി ചേർത്തടിക്കണമല്ലോ. എൻ്റെ കൈയടി ക്യാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരു മത്സര ചിത്രത്തിൻ്റെ ഭാഗമായ റെഡ് കാർപ്പറ്റിൽ തല ഉയർത്തി നിൽക്കുവാൻ നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് കഴിഞ്ഞല്ലോ എന്നതിലാണ്. ഇത്തരത്തിലാണ് ആ പോസ്റ്റ് പോകുന്നത്. ഇത്തരത്തിൽ മലയാളി പ്രേക്ഷകരുടെയും മലയാളികളുടെയും ഇരട്ടത്താപ്പിനെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ബിരിയാണിയിൽ ലഭിക്കാത്ത കൈയടി ക്യാൻ ചലച്ചിത്രമേളയിൽ ഒരു ബാഗ് ഉയർത്തി കാണിക്കുമ്പോൾ കനിക്ക് ലഭിക്കുന്നത് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കനിയുടെ വാക്കുകളെ പിന്നീട് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ബിരിയാണിയിലെ അഭിനയത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും അഭിമുഖത്തിലെ ക്ലിപ്പ് ബൈറ്റുകൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നതുമെല്ലാം കനി പറയുന്നത് പോലെ മലയാളികളുടെ മാത്രം കുന്നായ്മത്തരം കൊണ്ടാണ്.